ഹായ് ഹലോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടത്തിൽ ഷെയർ ചെയ്യാൻ. ഞാനപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ടൂ വീലറിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ചാണ്. ടൂ വീലറിൽ നമ്മളെല്ലാവരും ഒന്നുമില്ലെങ്കിൽ പുറകിലിരുന്നെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവരാകും. അപ്പോൾ നമ്മുടെ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടുപേര് ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്. കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് കുഞ്ഞിനും കൂടെ ഹെൽമെറ്റ് വെക്കുക. 12 വയസ്സിന് മുകളിൽ ഉള്ള കുഞ്ഞിന് ഹെൽമെറ്റ് യൂസ് ചെയ്യണം. മുന്നോട്ടുള്ള കുട്ടികൾക്കും ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നാണിപ്പോൾ നമ്മുടെ MVDയുടെ അറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് ടൂ വീലർ സഞ്ചരിക്കുന്നവരെല്ലാവരും ഹെൽമെറ്റ് വെക്കാനായിട്ട് തയ്യാറാകുക. അല്ലെങ്കിൽ വെക്കാൻ പോകുന്നവരെ കൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ റോഡിൽ കൂടെ ടൂ വീലർ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം. ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ടൂ വീലറിൽ പോകുന്ന ആൾക്കാരെ കാണുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ടൂ വീലറുകളിൽ ഇൻഡിക്കേറ്റർ ലൈറ്റുകളുണ്ടല്ലോ, ആ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള കുറച്ച് കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡിക്കേറ്റർ ടൂ വീലറുകളിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ്. എല്ലാ വണ്ടികളിലും നമ്മൾ ഓണാക്കണം. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഇടണം, അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഇടണം. പക്ഷെ ഒരിക്കലും തന്നെത്താൻ ഓഫാകത്തില്ല. അത് നമ്മുടെ കാറുകളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. കാറുകളിൽ റൈറ്റോ ലെഫ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇത്ര ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. പക്ഷേ ടൂ വീലറുകളിൽ അതിനുള്ള ചില ആളുകൾ ചെയ്യുന്നത്, ടൂ വീലറിന്റെ ഇൻഡിക്കേഷൻ്റെ കൂടെ ബസർ സൗണ്ട് പിടിപ്പിക്കാറുണ്ട്. അതായത് ചെറിയ കീ സൗണ്ട് അല്ലെ, പല രീതിയിലുള്ള സൗണ്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല വണ്ടികളും. അത് യൂസ് ചെയ്യുന്നത് കൂടുതലും നല്ലതാണ്. അതിന് കാരണം ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു അല്ലെങ്കിൽ റൈറ്റ് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഓഫ് ചെയ്യാൻ മറക്കത്തില്ല. പക്ഷെ അല്ലാത്തൊരു വണ്ടിയിൽ നമ്മൾ സാധാരണ, ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ചിലപ്പോൾ പലർക്കും ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് വണ്ടികൾ ഇങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ 2-3 ഫോൺ അടിക്കും. അവർ ശ്രദ്ധിക്കുവാണെങ്കിൽ അവരെ കൈ കൊണ്ട് കാണിച്ചിട്ടാണ് പോരുന്നത് ഇൻഡിക്കേറ്റർ. അല്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറിയിട്ട് ഇൻഡിക്കേറ്റർ, എൻ്റെ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ഓഫ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ചിലരങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കത് സന്തോഷമുണ്ട്. ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇത് കാണാറുമുണ്ട് ഞാൻ റോഡിൽ. അത് അപകടത്തിന് സാധ്യത കൂടുതലാണ്. അത് മെയിനായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അല്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ കിടക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണുന്നവർ നമ്മൾ റൈറ്റിലോട്ട് തിരിയാനോ അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിയും എന്നുള്ള ചിന്താഗതിയിലായിരിക്കും അവർ. ചിലപ്പോൾ കുറച്ചും കൂടെ നടുക്കോട്ട് മാറി നമ്മുടെ നേരെ വരാനൊക്കെ സാധ്യതയുണ്ട്. ഓഫ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും മറന്നു പോകരുത്, കൃത്യമായിട്ട് ചെയ്യുക, അപകടം കുറയ്ക്കാൻ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു.